വളരെ മിനിമലായിട്ട് അതേസമയം ഗംഭീരമായിട്ട് ഇരിക്കുന്ന ഒരു ഇന്റീരിയർ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഹാപ്പിയാണ്? വെറ്റീരിയ മാത്രമേ ഉള്ളൂ WPC-ലേക്ക് പോയിട്ടുള്ളത്. ഇതാണ് ലിവിംഗ് ഏരിയ. വളരെ പ്രൈവറ്റ് ആയിട്ട് തന്നെ പ്രയോറിറ്റി ആയിരിക്കുന്നത്. നമ്മൾ ആ ഒരു രീതിയിലാണ് ഇത് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ആക്സറീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫുൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ വുഡ് എടുത്ത് കൊടുത്ത് 2 ബെഡ്റൂംസിലെ കളർ കൺജസ്റ്റഡ് അല്ലാതെ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നമസ്കാരം. നമ്മൾ വീടിന്റെ ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രധാനപ്പെട്ട സംഗതി ആദ്യം തൊട്ടേ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് പറയുന്നതാണ്, നമ്മൾ വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്റീരിയറും പ്ലാൻ ചെയ്യണമെന്നാണ്. പക്ഷേ നമ്മുടെ അപ്പാർട്ട്മെന്റ്സിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത് എത്രമാത്രം പ്രാവർത്തികമാവാറുണ്ട് എന്ന് നമുക്ക് സംശയമാണ്. കാര്യം അപ്പാർട്ട്മെന്റുകളെല്ലാം തന്നെ തുടങ്ങി പകുതിയായി, അല്ലെ അതെല്ലാം പൂർത്തിയായി. പ്ലാൻ എപ്പോഴും അപ്പാർട്ട്മെന്റുകാരുടെയാണ്, അല്ലെ ആ ഫ്ലാറ്റുകാരാണ്. നമ്മൾ അതിലോട്ട് ഇന്റീരിയർ കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഞാൻ നിൽക്കുന്നത്, നമ്മുടെ തൃശ്ശൂർ പാട്ടരാകല്. ഈ വീടിന്റെ ഇന്റീരിയർ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിന്റെ ഇന്റീരിയർ പൂർണ്ണമായിട്ട് ചെയ്യുന്നത് നമ്മുടെ സ്പെക്ട്ര ഡെക്കറാണ്, ആഷയുടെ ഫേം. അവർ ചെയ്തിരിക്കുന്ന വളരെ മിനിമലായിട്ട് അതേസമയം ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇന്റീരിയർ ഇന്ന് നിങ്ങളെ കാണാൻ പോകുന്നത് ഈ ഒരു ഫ്ലാറ്റിന്റെ അവിടുത്തെ അപ്പാർട്ട്മെന്റിന്റെ വിശേഷങ്ങളാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ആശാജിയുണ്ട്. വീണ്ടും കാലങ്ങൾക്ക് ശേഷം സ്പെക്ട്ര ഡെക്കർ എൻ്റെ വീട് ചെയ്തത് ആശാജിയുടെ ഫേമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് ശേഷം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്, ആദ്യം തന്നെ അത് പറയുകയാണേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് ആക്ച്വലി തൃശ്ശൂരാണ്, തൃശ്ശൂർ പാട്രാക്കൽ എന്ന് പറഞ്ഞ സ്ഥലം. അതെ, ഹൃദയഭാഗമാണ് അല്ലെ, എലീറ്റ് എന്നുള്ള ഫ്ലാറ്റിലാണ്. നമ്മുടെ ഗൃഹനാഥ ആക്ച്വലി ഒരു ഡോക്ടറാണ്, രണ്ടാളും ഡോക്ടേഴ്സാണ്. നമുക്കതെ മുഖവരി ഒന്നും വേണ്ട, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. പൂർണ്ണമായിട്ട് ഏതാ മെറ്റീരിയൽ യൂസ് ചെയ്തേക്കണം? ഇതിൽ ഫുള്ളി മറൈൻ പ്ലൈ ആണ്. തന്നെ നമ്മള് മറൈൻ പ്ലൈ ലാമിനേഷൻ കോമ്പിനേഷൻ ആണ്. വെറ്റീരിയ മാത്രമേ ഉള്ളൂ WPC-ലേക്ക് പോയിട്ടുള്ളത് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ എന്താ പറയുക, ജസ്റ്റ് ഒരു ചെസ്റ്റ് ഓഫ് ഡ്രോവർ എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ബാക്കില് ഒരു ടെക്സ്റ്റർ കൊടുത്തു. നമ്മുടെ വർക്കല്ലേ? അതെ, ടെക്സ്റ്റർ ചെയ്തു. ഇവിടുത്തെ എല്ലാം തന്നെ നമ്മൾ തന്നെയാണ്. ഇവിടുത്തെ ഹോം പ്രോഡക്ട്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും. അതെ, നിങ്ങളെ ഏൽപ്പിച്ചേക്കായിരുന്നു ഇതില് ഫ്ലാറ്റുകളിൽ. കാരണം അവര് നല്ല ബിസിയാണ്, ബിസി ഷെഡ്യൂളാണ്. സോ അതിന്റെ പക്ഷെ മാമിന് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾക്കും അതിന്റേതായ സെലക്ഷൻസ് ഉണ്ട്. അത് റെഫറൻസ് ആണെങ്കിലും അതൊക്കെ വെച്ച് നമ്മൾക്ക് ഗ്രൂപ്പ് ത്രൂ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആൾക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ന സ്ഥലത്ത് ഇന്നത് വേണമെന്ന് നേരത്തെ തന്നെ ഐഡിയ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് രീതിയിലാണ് നമ്മൾ ഡിസൈനിങ് തൊട്ട് ബാക്കിയുള്ള കളർ സെലക്ഷൻ എല്ലാ കാര്യങ്ങളും പോയിട്ടുള്ളത്. ഇതാണ് ലിവിംഗ് ഏരിയ. ലിവിംഗ് ഏരിയയിൽ ഈ ലിവിംഗ് സോഫ ഒക്കെ നമ്മുടെ സ്പെക്കിൽ തന്നെയാണ്. അതുപോലെ വെയിൻസ്കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെയിൻസ്കോട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വെയിൻസ്കോട്ട്. ആ ഒരു കളർ കോമ്പിനേഷൻ ഈ ഒരു പെയിന്റ് കളർ കോമ്പിനേഷൻ ഇവിടെ ഈ നമ്മുടെ കർട്ടനിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? കാരണം എന്ന് പറയുമ്പോൾ വിത്ത് ഷിയർ ആണ് കർട്ടൻ വന്നിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ സ്കോപ്പ് ഓഫ് വർക്ക് വരുന്നതല്ലേ? അതായത് ഡിസൈനിങ് ആദ്യം എടുക്കുന്നിടം തൊട്ട് ഇതിന്റെ ഒരു പരിധി വരെയുള്ള ഹോം അപ്ലയൻസസ് വരെ നിങ്ങളെ ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ ഒക്കെ ഇലക്ട്രിക്കല്, പെയിന്റിങ്, ഹോം അപ്ലയൻസിന്റെ സെലക്ഷൻ എല്ലാം നമ്മൾ തന്നെയായിരുന്നു. ഇവിടെ എന്താ പറയാ, ഒരു 1+1 എന്നുള്ള രീതിയിൽ സീറ്റിംഗ് കൊടുത്തിരിക്കുന്നു. ഫ്ലോറൽ ഡിസൈൻ വേണമെന്ന് മാമിന് വേണമെന്നായിരുന്നു. അപ്പൊ ഈ ഒരു ക്ലോത്ത് നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാഡം തന്നെ കുറെ നോക്കി ഈ ക്ലോത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രയർ യൂണിറ്റ് ഇപ്പോ നമ്മൾ സാധാരണ രീതിയിൽ പ്രയർ യൂണിറ്റ് നമുക്ക് പല സ്ഥലങ്ങളിൽ ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗോപ്യമായിട്ടാണ്, അതിനുള്ളിലായിട്ടാണെന്ന് വെച്ചാൽ അതെ, എന്നാൽ വളരെ പ്രൈവറ്റ് ആയിട്ട് തന്നെ പ്രയർ യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട്. ഇതിന്റെ ബാക്കിൽ ഇപ്പൊ ഇത് ചാർക്കോൾ പാനൽസ് ആണ് അല്ലേ? ചാർക്കോൾ പാനലാണ് എല്ലായിടത്തും കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാനലിങ്. എന്നാൽ ആ പ്രയറിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വേണം, സ്റ്റോറേജ് സ്പേസും വേണം എന്നുള്ള ഒരു രീതിയിലാണ് ഈ പ്രയർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ റോൾ യൂണിറ്റ് പോലെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഒരു വൈറ്റ് വുഡ് കോമ്പിനേഷൻ അല്ലേ? അതെ, പൂർണ്ണമായിട്ടും വൈറ്റ് വുഡ് കോമ്പിനേഷൻ ഇവിടെ നമ്മൾ കൊണ്ടുപോയി. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർട്ടീഷൻ ഏരിയ. ഇത് നേരത്തെ അങ്ങനെ നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നു പാർട്ടീഷൻ അല്ല, ഒരു ജസ്റ്റ് ഒരു ആർച്ച് പോലെ ഓപ്പണിംഗ് ആണ്, ജാബ് ഓപ്പണിംഗ് പോലെ. നമ്മൾ ഈ പാർട്ടീഷൻ മേക്ക് ചെയ്ത് എടുത്തതാണ്. ശരി. അത് പറയുമ്പോൾ ഇവിടെ പ്ലസ് ലാമിനേറ്റ് തന്നെ കൊടുത്ത് ചെയ്തിട്ടിരിക്കുന്നത്.
ആർക്കി ഡ്രൈവ് ലൈറ്റുകളൊന്നും അവർക്ക് വേണ്ടിയിരുന്നില്ല. ഓവർ ലൈറ്റിംഗ് വേണ്ട, എന്നാ അത്യാവശ്യം ലൈറ്റും വേണം, ആ ഒരു വാം ഫീല് കൊണ്ടുവരണം എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ലൈറ്റിംഗും ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു 1700 സംതിങ് ആണ് സ്ക്വയർ ഫീറ്റ് ഏരിയ പറഞ്ഞത്. 3 ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ കിച്ചൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ഈ കിച്ചൺ അത്യാവശ്യം വലിപ്പമുണ്ട് എന്നുള്ളതാണ് വലിയൊരു ഓപ്പൺ കിച്ചൺ ആണല്ലോ. ഓപ്പൺ കിച്ചൺ ആണ്. സാധാരണ ഫ്ലാറ്റിന് ഓപ്പൺ കിച്ചൺ കൊടുക്കാറില്ല. ഇവർ ആദ്യം തന്നെ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു, സ്പെസിഫൈ ഇതിൽ ഓപ്പൺ കിച്ചൺ ആ ഒരു രീതിയിലാണ് ഇത് എടുത്തിട്ടുള്ളത്. അതായത് ഇവർ ഇത് ക്ലോസ് ചെയ്തിട്ടില്ല. ദെൻ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ്, ഇവിടെ ഒരു കൗണ്ടർ, ഒരു എന്താ ബ്രേക്ക്ഫാസ്റ്റ് ടോപ്പിംഗ് നാനോ വൈറ്റ് തന്നെ അതിന്റെ ഇതന്നെ കൊടുത്തു. നല്ല വൃത്തിയായിട്ട് നമ്മളെ സ്റ്റോറേജ് സ്പേസ് മാക്സിമം മൾട്ടിപർപ്പസ്, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് യൂസ് ചെയ്യാം, എന്നാൽ കിച്ചണിൽ നിന്നുള്ള ഒരു സ്റ്റോറേജ് സ്പേസും ആയിട്ട് ഇവിടെ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ സ്റ്റോറേജ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആണെങ്കിലും കിച്ചൺ ആണെങ്കിൽ പോലും ആ വൈറ്റ് വുഡ് എന്നുള്ള കോമ്പിനേഷൻ, അതെ അതെ, നമ്മുടെ അവിടെ പറഞ്ഞതുപോലെ വൈറ്റ് വുഡ് കോമ്പിനേഷൻ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. പറയുമ്പോൾ പ്ലസ് ലാമിനേറ്റ് തന്നെ വന്നിരിക്കുന്നത്. അത് ഒരു എൽ ഷേപ്പ് കിച്ചൺ അവിടെ വന്നിരിക്കുന്നത് അല്ലെ. ആക്സസറീസ് ആണെങ്കിലും നമുക്ക് ഈ ആവശ്യത്തിനുള്ള ആക്സസറീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ കട്ട്ലറി, പ്ലേറ്റ്, പ്ലെയിൻ, അതുപോലെ പുൾ ഔട്ട്, GTPT, അങ്ങനത്തെ എല്ലാ ആവശ്യത്തിന് വരുന്ന എല്ലാം ഹെറ്റിച്ചിന്റെ തന്നെ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ബ്രാൻഡ് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഇപ്പൊ ഹെറ്റിച്ച് ഹാഫിലേക്ക് എല്ലാരും ചോദിക്കുന്ന സംഗതികളാണല്ലോ അല്ലെ. ഇവിടെ ലോൾ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്റ്റോറേജ് സ്പേസ് ആവശ്യമുള്ളത് കൊണ്ട് ടോൾ യൂണിറ്റിന് പകരമായിട്ട് അവർക്ക് അത്യാവശ്യം സ്റ്റോറേജ് വേണം. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റോറേജ് ചെയ്തിരിക്കുന്നത്. ഇത് കൊള്ളാട്ടോ, എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. വെറുതെ ഞങ്ങൾ യാദൃശ്യമായിട്ട് തുറന്നപ്പോ കണ്ടാണ് എന്തൊക്കെയുണ്ട്, തീർന്ന ഏതൊക്കെയാണെന്നുള്ള വെട്ടിയിട്ടേക്കണം. ഇത് കൊള്ളാം, നല്ല ആയിട്ടോ. ആളിത് ഞങ്ങളിത് പറയുന്ന എടുക്കുന്നു എന്നുള്ള വീഡിയോയിൽ ഒരുവരെ അറിയൂ. ഓവൻ യൂണിറ്റ് ഇവിടെ, ഓവൻ യൂണിറ്റ്, അതുപോലെ ഇതിലും അത്യാവശ്യം നമ്മൾ മുകളിലേക്ക് മാക്സിമം സ്റ്റോറേജ് സ്പേസ് കൊടുത്താ. കാരണം ഫ്ലാറ്റുകളുടെ ഏറ്റവും വലിയൊരു ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സ്റ്റോറേജ് ഇല്ലാത്തത്. അപ്പൊ നമ്മളിവിടെ കൂടുതൽ ആക്സറീസിനേക്കാളും സ്റ്റോറേജിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന രീതിയിൽ അപ്പർ യൂണിറ്റും ധാരാളം കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇതാണെങ്കിലും ഡിവൈഡ് ചെയ്തിട്ട് പല സെക്ഷൻ ആയിട്ട് വെക്കാൻ സാധിക്കും. എല്ലാം G പ്രൊഫൈൽസും ആയിട്ടേക്കും അല്ലെ. വൈറ്റ് വുഡ് കോമ്പിനേഷൻ, അതുകൊണ്ട് സ്റ്റീൽ പ്രൊഫൈൽ, സ്റ്റീൽ കളർ G പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നു. തൊട്ടടുത്തൊരു സ്റ്റോറേജ് ഏരിയ ചെറുതുണ്ട്, ഞങ്ങളത് കാണിക്കുന്നില്ല. അവിടെ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഫ്രിഡ്ജ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ അവിടെ ഒരു സ്പേസ് ഫ്രിഡ്ജിന് കിട്ടിയെന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഇരിക്കാനായിട്ടുള്ള സ്ഥലം, കാരണം ഇത് മറ്റേ സൈഡ് ബൈ സൈഡ് ആണ്, 180 ഓപ്പണിംഗ് വരും. അപ്പം ഇങ്ങനത്തെ ഒരു സ്പേസ് അല്ലാതെ ഇതിന്റെ ഇടയിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ആ സ്പേസ് മൊത്തം കൺസ്യൂം ചെയ്യും. സോ നമ്മൾ ഫ്രിഡ്ജിനെ അതുകൊണ്ടാണ് ഇവിടെ പ്ലേസ് ചെയ്തത്. ഇതാവുമ്പോ ഒരു പ്രശ്നവും വരത്തില്ല. ഞാൻ ഇൻട്രോയിൽ പറയായിരുന്നു, ഈ ഫ്ലാറ്റിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഏരിയ ഡിസൈൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വീടിന്റെ കണക്കല്ല, പ്ലാൻ ചെയ്യാൻ ചലഞ്ചിങ് ആണ്. കാര്യം ഫ്ലാറ്റ് ഓൾറെഡി അത് വേറൊരാളുടെ കയ്യിലുള്ള ഒരു ഡിസൈനാണ്. ഇന്റീരിയർ ചെയ്യുന്ന ആൾക്കാരെ കൈ കിട്ടുമ്പോൾ അത് ഓൾറെഡി ചെയ്ത് വെച്ച ഡിസൈഡ് ചെയ്ത് വെച്ച ഡിസൈനിൽ നമ്മൾ വന്ന് കസ്റ്റമൈസ് ചെയ്യണത് പാടുള്ള പ്രയാസം. ഇവിടെ ഈ ഡൈനിങ് ടേബിൾ ആണെന്നുണ്ടെങ്കിലും മാം പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ഒരു വുഡിന്റെ ഒരു പാറ്റേൺ ഒരു വളരെ സിമ്പിൾ ആയിരിക്കണം കാണുമ്പോൾ, ഒട്ടും ഒരു ട്രെൻഡി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലേക്കേ പോവാൻ പാടില്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ രീതിയിൽ തന്നെ എടുത്ത് ഫുൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ വുഡ് എടുത്ത് കൊടുത്ത് മേക്ക് ചെയ്യിപ്പിച്ച് ഇതിന്റെ കുഷ്യൻസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വരാനൊക്കെ ഒരുപാട് ടൈം എടുത്തിരുന്നു. ഈ ക്ലോത്ത് വളരെ റെയർലി കിട്ടുന്ന ക്ലോത്ത് ഒക്കെ ആയിരുന്നു. അങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുത്തത്. അതെ അതെ, അതിപ്പോ ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ ചെയർ ആണെങ്കിലും കസ്റ്റമൈസേഷൻ കെയിനൊക്കെ വാങ്ങി നമ്മള് നെയ്തെടുക്കുക ചെയ്ത് കെയിൻ ഷീറ്റ് ഒക്കെ എടുത്തിട്ട് അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ചെയ്തെടുത്തിരിക്കുന്ന. അതെ അതെ, എപ്പോഴും നമ്മൾ ഇത് കസ്റ്റമൈസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ആ വീട്ടിലെ അംഗങ്ങളുടെ കണക്കൂടി എടുക്കണം. ഇവിടെ ആകെ ചെറിയ കുട്ടിയടക്കം മൂന്ന് പേര്, അതായത് 2 പേരേ ഉള്ളൂ, പിന്നെ ഒരു ചെറിയ മകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്ര ഏരിയ അല്ലെങ്കിൽ ധാരാളമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല സ്പേഷ്യസ്. ഇവിടെ എന്താ പറയുക, 2 സൈഡിലായിട്ട് നമുക്ക് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലാറ്റുകളിൽ എടുത്തു പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത്, അവിടെ ഈ നമ്മൾ പ്രയർ പറഞ്ഞതുപോലെ തന്നെ വളരെ എന്താ പറയുക കോമ്പാക്ട് ആയിട്ട് നമുക്ക് കിട്ടി വാഷിംഗ് ഏരിയ അല്ലേ. വാഷിംഗ് ഏരിയ പാർട്ടീഷൻ ഈ സ്പേസിൽ നമ്മൾ വേറെ ഇപ്പൊ ഇവിടെ ഒരു സ്ലാബ് ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്യൊന്നും ചെയ്തില്ല, അത് തന്നെ നിലനിർത്തി അതിന്റെ അടിയിൽ സ്റ്റോറേജ് കൊടുത്ത് പിന്നെ ചാർക്കോൾ പാനൽ തന്നെ വേറൊരു പാറ്റേൺ ഇവിടേക്ക് ട്രൈ ചെയ്തിട്ട് അതിനെ ഒന്നും ഹൈലൈറ്റ് ചെയ്ത് എടുത്തു എന്നേ ഉള്ളൂ. കൊള്ളാം. ഇതെന്നാ ഇവിടുന്ന് അടുത്തൊരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു സർപ്രൈസിങ് ആണ് കേട്ടോ. കാര്യം ഫ്ലാറ്റിലെ ഫാമിലി ലിവിംഗ് കിട്ടല് പാടാം. അതില്ല, ഇവിടെ ഒരു ഫാമിലി ലിവിംഗ് തന്നെ ഉണ്ട്.
അല്ലേ? അതെ. ഇതൊക്കെ ഇവിടെ ഫാമിലി ലിവിംഗിൽ ഒരു ഈ വുഡൻ ഫ്ലോർ ഒക്കെ നമ്മൾ തന്നെ ചെയ്തേ. വുഡൻ ഫ്ലോർ ഒക്കെ ചെയ്തു. അപ്പോ അതെന്താ വെച്ചാല് കോമൺ ലിവിംഗ് ഉണ്ട്, പിന്നെ ഒരു ഫാമിലി ലിവിംഗ് കോമൺലി ഫ്ലാറ്റിൽ ഇല്ല. അപ്പൊ ഇവിടെ വരുമ്പോ അതൊരു നല്ല രീതിയിൽ തന്നെ വേണം, എന്നാ സിമ്പിൾ ആയിട്ട് തന്നെ വേണം. അതിന്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കൊടുക്കണം എന്ന് വിചാരിച്ചു കൊടുത്തതാണ്. കൊള്ളാം. ഇവിടെ എന്താ പറയുക, ഒരു വളരെ ബ്ലൂയിഷ് കളറിലുള്ള ആ ഒരു സോളിഡ് കളേഴ്സ് കൂടി മിക്സപ്പ് ചെയ്തു. ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തത് CNC-ല് MDF ചെയ്തിട്ട് ഇതിന്റെ ഷട്ടർ മാത്രം PU ചെയ്തെടുത്തതാണ്. ഫുൾ PU ഫിനിഷ് ആണ് അല്ലേ? ഫിനിഷ് ആണ്. ഇത് ഇവർക്കുണ്ടായിരുന്നോ നമ്മൾ ചെയ്തത്? അല്ലല്ല, ഇത് ടെക്സ്ചറാ. ഓക്കെ. നമ്മൾ ടെക്സ്ചർ കൊടുത്ത് അതിന്റെ മുകളിൽ ഒരു ക്ലോക്ക് നിൽക്കുന്നുണ്ട്. അങ്ങനെ ടി വി യൂണിറ്റ് ശരിക്കും ഇവരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു വർക്കിംഗ് ഏരിയ പോലെ, വർക്കിംഗ് ടേബിൾ പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് മാക്സിമം ഇപ്പോ എല്ലാവരുമായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ചെയ്യുകയും ചെയ്യാലോ. ആ ഒരു രീതിയിൽ ഒരു വർക്കിംഗ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കും. ഇവിടെ 3 ബെഡ്റൂംസ് ആണ് ഉള്ളത്. അതിൽ 2 ബെഡ്റൂംസ് ഞങ്ങൾ കാണിക്കും. കാര്യം ഒരു ബെഡ്റൂം അവർ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതല്ലേ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാവേ. എനിക്ക് തോന്നുന്നു 2 ബെഡ്റൂംസിലെയും കളറ് അവർ നേരത്തെ നിശ്ചയിച്ചതിന് പ്രകാരം വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? യെസ്, അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെ അതിന്റെ ബെഡ് കോട്ടിലോട്ട് തന്നെ ഫസ്റ്റ് പോകാം. കിങ്ങോ ക്യൂനോ? ഇത് കിങ് സൈസ് ബെഡ് കോട്ട് നമ്മുടെ ഫാബ്രിക് ചെയ്തിട്ടുണ്ട്. ഹെഡ് ബോർഡ് അതുപോലെ അത് ലാമിനേറ്റ് ഫിനിഷ് ആണ്. പ്ലൈ അടിച്ചിട്ട് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അകത്ത് ഒരു കോവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്ട്രൈറ്റ് ലൈറ്റ് ആ പോയിരിക്കുന്നത് അല്ലേ? അവിടുന്ന് 2 സൈഡിലും സൈഡ് ടേബിൾ ഉണ്ട്. ഇവിടെയാണ് ഡ്രസ്സിംഗ് ഏരിയ. ഈ ഫ്ലാറ്റിലോട്ട് വരുമ്പോൾ ഇത് ഒരു കോമ്പാക്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ഇത് കുറഞ്ഞൊരു സ്ഥലമാണ്. അതെ, ഏരിയ കുറവാണ്. ഈ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് കുറവായതുകൊണ്ട് നമ്മളിവിടെ സ്ലൈഡിംഗ് വാർഡ്രോബ് സജസ്റ്റ് ചെയ്തു. സ്ലൈഡിംഗ് വാർഡ്രോബാണ് ഇരിക്കുന്നത്. പിന്നെ ഡ്രസ്സിംഗ് ഉണ്ട്. ഇതിന്റെ ആ ബാക്കിൽ ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ്. ഈ പറഞ്ഞ പോലെ ഡവറി, അതുപോലെ വളകള്, മേക്കപ്സ് അങ്ങനത്തെ യൂസ് ചെയ്യാൻ. മേക്കപ്പ് സെറ്റിനുള്ളിൽ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഇതൊരു ആയിട്ടുള്ള വേറെ ഒന്നുമില്ല. ഇതെന്താ സംഭവം? ഒരു ലോങ് മിറർ ഇപ്പൊ എല്ലാ വീടുകൾക്കും അത്യാവശ്യമാണല്ലോ. എസ്പെഷ്യലി ലേഡീസിന് ഡ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഫുള്ള് കാണാനൊക്കെ ആയിട്ട് വേണം. അപ്പൊ ഇതിന് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് കൊടുക്കാൻ അവിടെ ഒരു ഫുൾ മിറർ അല്ല. അതുകൊണ്ട് അതിനുവേണ്ടി മാത്രം നമ്മളൊരു മെറ്റൽ ഇതൊക്കെ വെച്ചിട്ട് ഒരു നോർമൽ ഒരു മിറർ കൊണ്ടുവച്ചാൽ ഒരു ഓഡ് ഫീൽ ആവും. അതിനെ ഇങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മൾ അത് ചെയ്തിരിക്കുന്നു. ഒരു റോസ് ഗോൾഡ് കളർ. ഒന്നാമത്തെ ബെഡ്റൂം ആണ് ഇത്. ഇവിടെ നമ്മള് സീലിംഗ് ഒന്ന് പ്രത്യേകം സീലിംഗ് ഇവിടെ ആകെ കോർണിഷ് മാത്രമേ ഉള്ളൂ. പിന്നെ ഡയറക്റ്റ് ലൈറ്റ് ആണ് നമ്മൾ ചെയ്തത്. ശരി, COB ഫോൺ ബോർഡ് ലൈറ്റുകളാണ് ഇവിടെ കൂടുതലും ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വോം ലൈറ്റിങ്ങിന്റെ ഒരു പ്രത്യേകത, അത് ഈ പെയിന്റുമായിട്ട് മെർജ് നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു പ്രത്യേകതയാണ്. എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ഉള്ളിലുള്ള പെയിന്റിന്റെ ഉൾപ്പെടെയുള്ള ഡിസൈൻ, ടൈൽ ഉൾപ്പെടെയുള്ളത് ചെയ്യുമ്പോൾ മാത്രമേ അത് ഫുൾഫിൽ ആവത്തുള്ളൂ. അല്ലെങ്കിൽ എവിടെയോ നിങ്ങൾക്ക് എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യും. ഇതൊരു രണ്ടാമത്തെ ബെഡ്റൂം ആണ്. ഇത് പക്ഷെ ഭയങ്കര രസം. അവിടത്തെക്കാളും എനിക്ക് കൺജസ്റ്റഡ് അല്ലാതെ ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ അപ്പറേ പറഞ്ഞ പോലെ മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ഫിനിഷ് ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ്. വോൾ ഇത്തിരി ഒരു സോളിഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തു. എന്നാൽ ബാക്കിയെല്ലാം വളരെ കൂൾ തീമിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇതിൽ തന്നെ പോയി. ഇത് ക്യൂൻ സൈസ് ആണ് അല്ലേ? ഇത് ക്യൂൻ സൈസ് ആണ്. ഇവിടെയാണ് ഇതിന്റെ വാർഡ്രോബ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ തുറക്കുന്ന പോലെയുള്ള വാർഡ്രോബ്സ് ആണ്. ഇത് നോർമൽ വാർഡ്രോബ് ആണ്, കാരണം ഇവിടെ സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് നമ്മളൊരു വുഡിന്റെ ഇതും കൂടി ഹാൻഡിൽ കൊടുത്തു. ഇവിടെയാണ് ഡ്രസ്സിംഗ് കൊടുത്തിരിക്കുന്നത്. മിറർ എന്ന് പറയുന്നത് നമ്മുടെ ടച്ച് ചെയ്യുന്ന നോർമൽ ഒരു ഡ്രോവർ, അതുപോലെ തന്നെ മിറർ, എച്ചിങ് മിറർ കൊടുത്തിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കിൽ മറൈൻ പ്ലൈവുഡിന്റെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. പാനലിംഗ് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒരു ഗ്രൂ ഡിസൈൻ കൊടുത്തതാണ്. യെസ്, എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊക്കെയാണ്. എന്തൊക്കെ അതിനകത്ത് വരണം എന്നുള്ളത് ആദ്യം തന്നെ ഐഡിയ എനിക്ക് തോന്നുന്നു ഡോക്ടറുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. നമ്മളെ കയ്യിലോട്ട് പാസ് ചെയ്തു. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ചെറിയ കാര്യം അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുത്തു. അതന്നെ, അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി അത് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഡെലിവറി ചെയ്യലാണ് വലിയ ടാസ്ക്. എന്തായാലും നമ്മുടെ കസ്റ്റമർ കൂടെ ഉണ്ട്, നമുക്ക് അവരോട് ചോദിച്ചതിന്റെ ഫീഡ്ബാക്ക് എടുക്കാം. അപ്പോൾ നമ്മളോട് കൂടെയുള്ളത് ഈ വീടിന്റെ ഗൃഹനാഥയാണ്. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഒരുപാട് തിരക്കുള്ള ലൈഫ് ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലേ? കുഴപ്പമില്ല, എന്നാലും റിലാക്സ് ചെയ്യാറുണ്ട്. ഒരു വീട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് പല ടെൻഷൻസാണ്.
ഞാൻ ആദ്യം പറയായിരുന്നു ഈ ഫ്ലാറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്റീരിയർ അതുമായിട്ട് ജോയിൻ ചെയ്യാന്നുള്ളത്. കാര്യം വീട് ചെയ്യണം ആദ്യം തൊട്ട് പ്ലാൻ ചെയ്യാം, ഇതത് പറ്റുകയല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇതിലോട്ട് വന്നപ്പോഴത്തേക്കും സ്പെക്ട്ര അടക്കലോട്ട് എത്തിയതിന്റെ എങ്ങനെയായിരുന്നു അതിലോട്ട് വരാനായിട്ടുള്ള റീസൺ? ഞങ്ങൾ ആക്ച്വലി നമ്മൾ ഇപ്പോൾ എല്ലാം യൂട്യൂബാണല്ലോ, അപ്പോൾ നമ്മൾ നേരെ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്തു, ധാരാളം വീഡിയോസ് നമ്മൾ കണ്ടു. അപ്പോൾ പല വീഡിയോസ് കണ്ടപ്പോൾ പലരെയും നമുക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനു മുമ്പ് വേറെ ഏജൻസിയെ കാണുകയും ചെയ്തു, അവരുടെ വർക്കൊക്കെ പോയി കണ്ടു. അതേപോലെ സ്പെക്ട്ര അക്കൗണ്ട് വർക്ക് പോയി കണ്ടു. അപ്പോൾ നമുക്ക് ഒരു ഇടപെടുമ്പോൾ നമുക്കൊരു കണക്ഷൻ തോന്നുമല്ലോ, ഓക്കെ ഇവര് നമുക്ക് പറ്റിയ ആൾക്കാരാണ്. അങ്ങനെ യൂട്യൂബാണ് ശരിക്കും പറഞ്ഞ സോഴ്സ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ തന്നെയാണ് കണ്ടെത്തിയത്. ഒരു വീട് ചെയ്യുന്ന സമയത്ത് ഈ പൊതുവെ പുരുഷന്മാർ എക്സിക്യൂട്ടീവ് ആയിരുന്നു, പക്ഷെ സ്ത്രീകളാണല്ലോ അതിന്റെ. എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഡോക്ടർ ഇതിനകത്ത് ഓരോ എന്താ പറയുന്ന ഒരു ചെറിയ എലമെന്റ് പിക്ക് ചെയ്യുമ്പോൾ പോലും ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ചൂസ് ചെയ്തിട്ടുണ്ട് എന്നെ അടുത്ത്, സെലക്ട് ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് ആശ പറഞ്ഞിരുന്നു. എങ്ങനെയായിരുന്നു? ഓക്കെ. ആ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമ്മൾ കൺവേ ചെയ്തിരുന്നു അല്ലേ? ഓ എത്ര പ്രാവശ്യം മാറ്റിയിട്ടുണ്ടാവും ഉണ്ടല്ലേ? എപ്പോഴും ഒരു കസ്റ്റമർ പലപ്പോഴും വിചാരിക്കുന്നറിയോ, ചില ആൾക്കാർ കടയിൽ ചെല്ലുന്ന പോലെയാ ഈ ഷർട്ട് ഞാൻ എടുത്തില്ല കടക്കാരെന്ത് വിചാരിക്കും എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇത് ഇന്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ അങ്ങനെ അല്ല. എത്ര പ്രാവശ്യം നമുക്ക് മാറ്റാമോ അത്രയും പ്രാവശ്യം നമുക്ക് മാറ്റി നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് ലോക്ക് ചെയ്യാന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഇനി വർക്കിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ പല പ്രോജക്റ്റുകൾ ചെയ്യുമ്പോഴത്തേക്കും പറഞ്ഞു ഒരുപാട് ആൾക്കാരുടെ കൊട്ടേഷൻ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു 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 ലേഡി എൻ്റർപ്രണർ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പലപ്പോഴും പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ആളുമായിട്ട് സംസാരിക്കുമ്പോൾ അത് ലേഡീസിന് പ്രത്യേകിച്ച് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? വിളിച്ചതാ? ഓ ഓക്കെ. ചെയ്യാമെന്നു. നിങ്ങളുടെ ഈ ഫ്ലാറ്റിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ. സാധാരണ ഒരു ഫോമൽ ലിവിങ്, ഫാമിലി ലിവിങ്, ഒരു സിംഗിൾ ലിവിങ് കാണാറുള്ളൂ. നിങ്ങൾ ഇവിടെ ഒരു ലിവിങ്ങിൽ തന്നെ രണ്ടെണ്ണം ഉണ്ടാക്കി അതിലൊരു ഫോമൽ ലിവിങ്, ഫാമിലി ലിവിങ് പൊതുവെ അങ്ങനെ കാണാറില്ല. അത് കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഹാപ്പിയാണ്? യെസ്, വളരെ സന്തോഷം. നമ്മളെപ്പോഴും ഒരു കസ്റ്റമർ അടുത്ത് പലപ്പോഴും ചോദിക്കുന്നത് അവരുടെ ഒരു ഹാപ്പിനെസ് ആണ്, എൻഡ് റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് വന്നു എന്നുള്ളത് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആശാജി, ബാക്കിയെല്ലാം നമ്മുടെ കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞു. അതെ. ഇനി നമ്മുടെ കാര്യം എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം ഞാൻ തുടങ്ങിയ സമയത്താണ് ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ ചാലക്കുടിയിലാണ് എടുക്കുന്നത്. അതിനുശേഷം നിരന്തരം ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ വർക്ക് ചെയ്ത് പലരും ഞാനിത് റിലേറ്റ് ചെയ്യുന്നൊരു സാധനം, ഈ പല ആൾക്കാരുടെ ഞാൻ നിങ്ങളുടെ നമ്പർ കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ സംസാരിച്ച് നോക്കും, നിങ്ങൾക്ക് വർക്ക് ആവുകയാണ് ചെയ്യാനാണ് പറയുന്നത്. ലേഡീസ് ഒരുപാട് ആൾക്കാർ അവർക്ക് ഒരുപാട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്. കേരളത്തിന് പുറത്തിപ്പോൾ വർക്ക് എടുക്കുന്നുണ്ടെന്ന് പിന്നെ ഓൾ ഇന്ത്യ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് നിന്നുള്ള ബാരിയർ നമ്മൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഓൾ ഇന്ത്യ ചെയ്തു. എവിടെ വേണേ ബാംഗ്ലൂർ പോവാം, പിന്നെ ഹൈദരാബാദ്, മൈസൂർ, ഭോപ്പാല്, ചെന്നൈ, മൈസൂര് എല്ലായിടത്തും ഉണ്ട്. എവിടെ വേണേ ചെയ്യും. സ്വന്തമായിട്ട് ഫാക്ടറി. ഞങ്ങളെ ഒരു കാര്യം പറയുകയാണെ, നിങ്ങൾക്ക് ഇവരുടെ ഫാക്ടറി വന്ന് സന്ദർശിക്കാം അല്ലേ? ഞാൻ പറയുകയാണ് ഫാക്ടറി വന്ന് അവിടെ വന്നത് ചർച്ച ചെയ്തിട്ട് ഒരു ദിവസം നിങ്ങൾ അതിനായിട്ട് മാറ്റി വെക്കുക. ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരു വീട് ചെയ്യാനായിട്ട് നമ്മൾ ടൈൽ ഷോറൂമിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം മാറ്റി വെക്കും. അതുപോലെ നമ്മുടെ എന്താ പറയുക സാനിറ്ററി, അത് ടൈലൊക്കെ ഒരുമിച്ചാണെന്ന് കണക്കൂട്ടിക്കോളൂ. ബാക്കിയുള്ള എന്തെങ്കിലും ഫർണിച്ചർ ഷോറൂമിലേക്ക് നമ്മൾ ഒരു ദിവസം മാറ്റി വെക്കും. ഇന്റീരിയർ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു ദിവസം മാറ്റി വെക്കണം. അത് അജയ് സത്യമായ കാര്യം. ഇപ്പോൾ നമ്മൾ 3D കഴിഞ്ഞ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ക്ലയൻസ് നമ്മുടെ ഫാക്ടറിയിലേക്ക് വരുന്നുണ്ട്. അത് ഞാൻ തന്നെ ഇൻസിസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് വന്നാൽ യൂസ് ചെയ്യുന്ന ലാമിനേഷന്റെ കളറ് 3D പോലെയല്ല. 3Dയും റിയലും കാണുമ്പോൾ ഉള്ള ചേഞ്ചസ്, അത് ലൈറ്റിന്റെ ചേഞ്ചസ്, അതുപോലെ തന്നെ മെറ്റീരിയൽ എന്താണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്, എവിടെയാണ് ഇത് ചെയ്യുന്നത്, ഏത് രീതിയിൽ ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ നേരിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കി പോയാൽ അവർക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ഭയങ്കര വലുതാണ്. കാരണം അവരുടെ ഒരു ഡ്രീം ഹോമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ അതിന്റെ ഒരു പാർട്ടാവുക. അപ്പോൾ അത് നമ്മളിൽ ത്രൂ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്നും കൂടി അവർ അറിഞ്ഞിരുന്നാൽ 100% ഒരു സമാധാനമായിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു കാര്യം
സത്യത്തിൽ ഒരു 3D സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആണ് നമ്മുടെ ഫാക്ടറിയിലേക്ക് വരുന്നതെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഐഡിയാസ് കിട്ടും. ഏതൊക്കെ ഷെയ്ഡ് സെലക്ട് ചെയ്യാം, ഏത് ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഷെയ്ഡ്സ് തന്നെ 10,000-4,000 ഷെയ്ഡ്സിന് മുകളിലാണ്. അപ്പൊ ഇതിൽ ഏത് വേണം, അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഷെയ്ഡ് ഒറിജിനൽ കണ്ട് ഇതിട്ട് 3D ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പൊ ഈ വരുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ എത്തി തന്നെ നിങ്ങൾ കമ്മിറ്റ് ചെയ്യുക. കമ്മിറ്റ് ചെയ്തോ ചെയ്തില്ലയോ അത് രണ്ടാമത്തെ കാര്യമാണ്. വന്ന് കാണാൻ നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾക്ക് സംശയങ്ങൾക്ക് ഒരു മറുപടി തരാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത, അല്ലേ? അതെ. ബാക്കിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ബന്ധപ്പെടുക. അത് ആരെയും അങ്ങനെ ആയിക്കോട്ടെ. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത്, വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇന്റീരിയറും ചെയ്തു പോകാം. അങ്ങനെയാണ് എളുപ്പമുണ്ട്. തീർച്ചയായിട്ടും. ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കൂടുതൽ ഇടുക. നിങ്ങൾക്ക് നേരിട്ട് വന്ന് നേരിട്ട് ചെന്ന് നേരിട്ട് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം, അല്ലേ? അതെ. താങ്ക് യു സോ മച്ച്. എടുത്തു പറയുന്നത് സർവീസാണ്. ആ സർവീസ് വ്യക്തമായിട്ട് വൃത്തിയായിട്ട് കിട്ടും. വീണ്ടും കാണാം ഇതുപോലൊരു മികച്ച വീഡിയോ. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ എൻജി.